ഈ പാത്ത് നിന്നവന് 10 പണം പിഴ എന്നൊരു തിരുവനന്തപുരം ചൊല്ലുണ്ട്. നമ്മുടെ ചങ്ങാതി അഖിൽ ഇപ്പോൾ അതാണ് പറയുന്നത്. SDPIയുമായി കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ആരായിരുന്നു സഖ്യമുണ്ടാക്കിയത്? വെൽഫെയർ പാർട്ടിയുമായി, ജമായത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി ആരാണ് സഖ്യമുണ്ടാക്കിയിരുന്നത്? എങ്ങനെയാണ് വേദി പങ്കിട്ടിരുന്നത്? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഞങ്ങൾ UDFുമായി അത്തരത്തിൽ ചർച്ച നടത്തിയെന്ന് SDPയുടെ നേതാക്കൾ പരസ്യമായി പത്രസമ്മേളനം മാധ്യമപ്രവർത്തകരെ വിളിച്ചിരുത്തി പറഞ്ഞു. എന്തേ കോൺഗ്രസിൻ്റെ UDFിൻ്റെ നേതാക്കളാരും അതിനൊന്നും വേറൊന്നും മറുപടി പറയാൻ പോയില്ല? ഇവിടെ SDP ആയാലും ശരി, ജമായത്തെ ഇസ്ലാമി ആയാലും ശരി, അവർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഹൈജാക്ക് ചെയ്യുകയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അത് വാസ്തവത്തിൽ അവരെടുക്കേണ്ടുന്ന നിലപാടുകളെ ഇവർ സ്വാധീനിക്കുകയും എല്ലാ ഇടങ്ങളിലേക്കും കിനാവള്ളിക്കരങ്ങൾ പോലെ കടന്നു പോവുകയാണ്. ഇവർ ഇപ്പോൾ UDFിനെ നിയന്ത്രിക്കുന്ന നിലയിലേക്കാണ്. UDFിനെ ഹൈജാക്ക് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ചില ശക്തികളാണ് എങ്കിൽ അപകടമാണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളൂ. വെമ്പായം ഗ്രാമപഞ്ചായത്തിൽ ഭരണമെന്നും ഞങ്ങളല്ല ഭരണം SDPയുമായിട്ട് അങ്ങനെ നേടാനൊന്നുമല്ല. ഇനി ആ ഗ്രാമപഞ്ചായത്തിലെ അഴിമതിയും അവിടുത്തെ ഓഫീസ് രേഖകളടക്കം ദുരൂഹമായ സാഹചര്യത്തിൽ വെണ്ണീറായതും ഇനിയും അവരെ വെച്ചു പൊറപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും കൊണ്ടുവരുമ്പോൾ അവിശ്വാസ പ്രമേയം പാസ്സാകുകയും ചെയ്താൽ അതുകൊണ്ട് ഈ വിശ്വാസ പ്രമേയം കൊണ്ടുവന്നവരോടൊപ്പം ചേർന്ന് അങ്ങനെ ചെയ്യണം എന്നാണോ? അത്തരം കാര്യത്തിൽ ജനങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും.